Welcome back to Ram's World. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സോ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് കൈമ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് സോനാ മസൂരി റൈസോ ബസുമതി റൈസോ ഉപയോഗിക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ പാത്രത്തിന് 1.5 അളവ് വെള്ളമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു ചെറുനാരങ്ങയുടെ പാതിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യമാണ്. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ആവശ്യമാണ്. കുറച്ച് നിലക്കടല, പൊരികടല, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മല്ലിയിലയും ആവശ്യമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 6 വറ്റൽമുളകും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുക്കർ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന നല്ലെണ്ണയും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നല്ലെണ്ണയും രണ്ടും രണ്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് ബാക്കിയുള്ള നട്ട്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്. നമുക്കിതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന നട്ട്സിൻ്റെ എല്ലാം കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത ശേഷം നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗത്തെല്ലാം പിടിക്കാൻ ചാൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്കിനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ നട്ട്സും ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഏകദേശം ഒരു 1/2 മിനിറ്റ് മുതൽ ഒരു 3/4 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 1.5 അളവ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അരി നല്ലപോലെ കഴുകി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരു മാറ്റിയ 1/2 ഭാഗം നാരങ്ങ പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തനിയായിട്ടുള്ള റൈസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുക്കർ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്ന സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. കുക്കറിലെ പ്രഷർ എല്ലാം പോയി കഴിയുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഓപ്പൺ ചെയ്യാം. നമ്മുടെ റൈസ് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നട്ട്സൊക്കെ ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റും. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചൂടുള്ള റൈസിലേക്ക് മല്ലിയില ചേർത്തൊന്ന് ഇളക്കി കുറച്ച് സമയം നമ്മളിതൊന്ന് അടച്ചു വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഈ മല്ലിയില ഒന്ന് വാടിയിട്ടുണ്ടാവും. അത് നമ്മുടെ ലെമൺ റൈസിൽ ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. ബോൺ അപ്പറ്റേറ്റ്, നമുക്കിത് ചൂടോടെ കഴിക്കാം. സോ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.